ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പ് തിരിച്ചറിയുന്നതിൽ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന പേരുകളിലൊന്ന് കെ.സി. വേണുഗോപാൽ എന്ന പയ്യന്നൂരുകാരൻ്റേതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ നിന്നും വളർന്ന് ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് അദ്ദേഹം നടന്നു കയറിയത് കഠിനാധ്വാനത്തിന്റെയും കൃത്യമായ രാഷ്ട്രീയ പ്ലാനിങ്ങിന്റെയും കരുത്തിലാണ്. ഒരു സാധാരണ വിദ്യാർത്ഥി നേതാവിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലെ അതികായനായി മാറിയ വേണുഗോപാലിന്റെ ജീവിതം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ സ്വയം പാകപ്പെടണം എന്നതിനും പാർട്ടിയുടെ വിശ്വസ്തനായ പോരാളിയായി എങ്ങനെ മാറണം എന്നതിനും മികച്ച ഉദാഹരണമാണ്. വെറുമൊരു രാഷ്ട്രീയ ജീവചരിത്രത്തിനപ്പുറം അധികാരത്തിന്റെ ഓരോ പടവുകളിലും അദ്ദേഹം പുലർത്തിയ മിതത്വവും സംഘടനാ മികവും നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെയും ജാനകി അമ്മയുടെയും മകനായി 1963 കൊഴുമൽ ചട്ടാടി വേണുഗോപാൽ ജനിച്ചത്. ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നിയമബിരുദവും നേടിയ അദ്ദേഹം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ തന്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ പല മുതിർന്ന നേതാക്കളെയും പോലെ KSU എന്ന കരുത്തുറ്റ വിദ്യാർത്ഥി സംഘടനയിലൂടെയായിരുന്നു വേണുഗോപാലിന്റെയും തുടക്കം. 1988 മുതൽ 5 വർഷത്തോളം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ക്യാമ്പസുകളിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിൽ ഒരു സമവായത്തിന്റെ ഭാഷ സംസാരിക്കാനും എന്നാൽ സംഘടനയുടെ ആദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്ത് കേരളത്തിലുടനീളം അദ്ദേഹം നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ കൃത്യമായ ഗൃഹപാഠം ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലായിരുന്നു അദ്ദേഹം മികവ് കാട്ടിയിരുന്നത്. 1996 ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് വേണുഗോപാലിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിന് തുടക്കമായത്. ആലപ്പുഴയുടെ വികസന കാര്യങ്ങളിൽ അദ്ദേഹം കാട്ടിയ പ്രത്യേക താൽപ്പര്യം 2001 2006 തുടർച്ചയായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ അദ്ദേഹത്തിന് തുണയായി. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച കാലം അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യം തെളിയിക്കപ്പെട്ട കാലമായിരുന്നു. കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഭക്തജന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ദേവസ്വം ബോർഡുകളിൽ ആധുനികമായ ഇടപെടലുകൾ നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. വിവാദങ്ങളിൽ ചാടാതെയും എന്നാൽ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രീതി കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. 2009 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ വേണുഗോപാലിന്റെ പ്രവർത്തന മണ്ഡലം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറുകയായിരുന്നു. UPA സർക്കാരിന്റെ രണ്ടാം ഊഴത്തിൽ ഊർജ്ജ മന്ത്രാലയത്തിന്റെയും പിന്നീട് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെയും സഹമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റു. ഇന്ത്യയിലെ വ്യോമയാന മേഖല പലതരം പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവള വികസനത്തിനും സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും അദ്ദേഹം മുൻഗണന നൽകി. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളരെ വേഗത്തിൽ ഇണങ്ങിച്ചേരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും സോണിയാഗാന്ധിയുടെയും വിശ്വാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തന ശൈലിക്ക് കഴിഞ്ഞു. 2014 കോൺഗ്രസ് കനത്ത തിരിച്ചടി നേരിട്ട പൊതു തെരഞ്ഞെടുപ്പിലും ആലപ്പുഴയിൽ നിന്നും വിജയിക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജനസ്വാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ 2017 വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെടുന്നത്. കർണാടക പോലെയുള്ള നിർണായക സംസ്ഥാനങ്ങളുടെ ചുമതല അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനും വിവിധ സംസ്ഥാന ഘടകങ്ങളെ ഏകോപിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് അദ്ദേഹത്തെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന ഉന്നത പദവിയിൽ എത്തിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സഹായിയും വിശ്വസ്തനുമായി അദ്ദേഹം മാറുകയായിരുന്നു. വാർ റൂം തന്ത്രങ്ങൾ മെനയുന്നതിലും സഖ്യകക്ഷികളുമായി ചർച്ച നടത്തുന്നതിലും വേണുഗോപാൽ പുലർത്തിയിരുന്ന വൈദഗ്ധ്യം കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വലിയ കരുത്താണ് നൽകുന്നത്. പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്രയുടെ സംഘാടനത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വാക്കുകൾക്കപ്പുറമാണ്. യാത്രയുടെ റൂട്ട് നിശ്ചയിക്കുന്നത് മുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വരെ നേരിട്ട് വിലയിരുത്തി അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ നിഴലായി കൂടെ നിന്നു. 2020 രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള നേതാവായിട്ടും മറ്റൊരു സംസ്ഥാനം അദ്ദേഹത്തെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുത്തത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് അദ്ദേഹത്തോടുള്ള വിശ്വാസത്തിന്റെ അടയാളമായിരുന്നു. എന്നാൽ 2024 പാർട്ടി വീണ്ടും കടുത്ത വെല്ലുവിളി നേരിട്ടപ്പോൾ കേരളത്തിൽ നിന്ന് നേരിട്ട് മത്സരിക്കാൻ അദ്ദേഹം തയ്യാറായി. തന്റെ പഴയ തട്ടകമായ ആലപ്പുഴയിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വീണ്ടും ലോക്സഭയിലെത്തി. രാജ്യസഭാ സീറ്റ് ഒഴിയുന്നതിനെക്കുറിച്ച് പല രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നുവെങ്കിലും ജനകീയ അടിത്തറയുള്ള നേതാവാണെന്ന് തെളിയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ വിജയം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടുതൽ സുരക്ഷിതമാക്കി.
2024 ഓഗസ്റ്റ് 16 KC വേണുഗോപാലിനെ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അതായത് PACയുടെ അധ്യക്ഷനായി നിയമിച്ചതോടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ മറ്റൊരു സുപ്രധാന അധ്യായം കൂടി തുറക്കപ്പെട്ടു. സർക്കാരിന്റെ സാമ്പത്തിക വിനിയോഗത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഈ സമിതിയുടെ തലപ്പത്ത് വേണുഗോപാൽ ഇരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ അടൽ ബിഹാരി വാജ്പേയിയെയും മുരളി മനോഹർ ജോഷിയെയും പോലെയുള്ള അതികായന്മാർ ഇരുന്ന കസേരയാണിത്. അഴിമതിക്കാർക്കെതിരെയും സാമ്പത്തിക കെടുകാര്യസ്ഥതയ്ക്കെതിരെയും പാർലമെന്റിൽ ശബ്ദമുയർത്താൻ ലഭിച്ച ഈ അവസരം അദ്ദേഹം ഭംഗിയായി വിനിയോഗിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. രാഷ്ട്രീയത്തിലെ തിരക്കുകൾക്കിടയിലും ലാളിത്യം കൈവിടാത്ത വ്യക്തിത്വമാണ് വേണുഗോപാലിൻ്റേത്. ഡോക്ടർ ആശ വേണുഗോപാലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഒരു ദേശീയ നേതാവായി മാറിയിട്ടും തന്റെ വേരുകൾ കേരളത്തിലാണെന്ന ബോധ്യം അദ്ദേഹം എപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു. കണ്ണൂരിലെ പയ്യന്നൂരിലെ സാധാരണ അന്തരീക്ഷത്തിൽ നിന്നും വളർന്നു വന്ന ആ സ്വഭാവ ഗുണം തന്നെയാണ് എതിരാളികൾക്ക് പോലും അദ്ദേഹത്തെ ബഹുമാനിക്കാൻ ഇടയാക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ പലപ്പോഴും അധികാരത്തിന് വേണ്ടി നേതാക്കൾ കലഹിക്കുമ്പോൾ വിട്ടുവീഴ്ചകൾക്കും പരിഹാരങ്ങൾക്കുമായി ഹൈക്കമാൻഡ് ആശ്രയിക്കുന്നത് ഈ മലയാളി നേതാവിനെയാണ്. KC വേണുഗോപാൽ വെറുമൊരു MP മാത്രമല്ല, മറിച്ച് കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ എഞ്ചിനാണ്. ദേശീയ രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ മാറുമ്പോൾ ഇതര രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധം സ്ഥാപിക്കുന്നതിലും ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്കാണ് വഹിക്കുന്നത്. കുറ്റമറ്റ സംഘാടകനും നേതാക്കളോടുള്ള വിശ്വസ്തതയുമാണ് അദ്ദേഹത്തിന്റെ മൂലധനം. വരും വർഷങ്ങളിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ കഠിനമാണെങ്കിലും വേണുഗോപാലിനെ പോലെയുള്ള അനുഭവ സമ്പന്നനായ ഒരു പോരാളി കൂടെയുള്ളത് പാർട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ഒരു സാധാരണ വിദ്യാർത്ഥി നേതാവിൽ നിന്നും PAC ചെയർമാൻ വരെ എത്തിയ ഈ ജീവിതയാത്ര ലക്ഷ്യബോധമുള്ള ഏതൊരു യുവ രാഷ്ട്രീയ പ്രവർത്തകനും പ്രചോദനമാണ്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭാവി രാഷ്ട്രീയത്തിൽ മലയാളിയായ ഈ കരുത്തൻ ഇനിയും നിർണായകമായ പല റോളുകളും വഹിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.